റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. എളങ്ങുന്നപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും പുസ്തകങ്ങളും വിതരണം ചെയ്തുകൊണ്ട് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡിന്റെ പ്രസിഡന്റും സഞ്ചാരി മറൈൻ ഗ്രൂപ്പ് MD-യുമായ ജോളി കെ ഉദ്ഘാടനം നിർവഹിച്ചു. This news brought to you by Kalpaga Weddings, North Paravoor. വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാർത്ഥികൾക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുകയെന്ന ലക്ഷ്യത്തോടെ റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡ് ഈ വർഷത്തെ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. എളങ്ങുന്നപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങളും പുസ്തകങ്ങളും വിതരണം ചെയ്തുകൊണ്ടായിരുന്നു സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ഷെറീന അധ്യക്ഷത വഹിച്ചു. സീനിയർ അസിസ്റ്റന്റ് അഭിലാഷ് KM സ്വാഗതം ആശംസിച്ചു. റോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ വൈപ്പിൻ ഐലൻഡ് പ്രസിഡന്റും സഞ്ചാരി മറൈൻ ഗ്രൂപ്പ് MD-യുമായ ജോളി KA പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് ഇത്തരുന്ന ഈ ബുക്സ് ഞങ്ങളുടെ ഒരു മെസ്സേജ് മാത്രമാണ്. റോട്ടറി ക്ലബ്ബ് എന്ന് പറയുന്നത് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വിപുലമായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംഘടനയാണ്. അപ്പൊ അതിന്റെ ആ ഒരു സ്ട്രെങ്ത് നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളത് ഒരു മെസ്സേജാണ് ഇന്ന് ഈ ബുക്സ് വിതരണത്തിലൂടെ ചെയ്യുന്നത്. നമ്മൾ വിദ്യാലയത്തിൽ നിന്ന് പഠിക്കേണ്ടത് വിദ്യാഭ്യാസം മാത്രമാണോ? അല്ല, വിദ്യാഭ്യാസം മാത്രമല്ല, മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമൂഹികപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ആരോഗ്യമുള്ള ഒരു സമൂഹത്തിനെയാണ് നമുക്ക് വേണ്ടത്. ആരോഗ്യമുള്ള ശരീരത്തിലാണ് ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകുന്നത്. ആരോഗ്യമുള്ള മനസ്സിലാണ് നമ്മൾക്ക് ആരോഗ്യപരമായ ചിന്തകൾ ഉണ്ടാകുന്നത്. ഇന്ന് മദ്യവും മയക്കുമരുന്നും സ്കൂൾ തലങ്ങളിലേക്ക് വരെ എത്തി നിൽക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിന്ന് നല്ല മക്കളായിട്ട് വളർന്ന് സമൂഹത്തിൽ നല്ല ഒരു മെസ്സേജ് കൊടുത്ത് നാടിന്റെ കരുത്തായി മാറണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നല്ലതിനോട് ചേർന്ന് നിന്നാൽ എല്ലാവരും നല്ലതായി മാറും. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി പല വേദികളിൽ പ്രസംഗിക്കാനും ക്ലാസ് എടുക്കാനും എല്ലാം പോകും. അപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഡ്രൈവർ കൂടെ ഉണ്ടാവും. നല്ലതിനോട് ചേർന്ന് നിന്നാൽ എങ്ങനെ നല്ലതാകും എന്നുള്ളതിന്റെ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഡ്രൈവർ ഈ ആൽബർട്ട് ഐൻസ്റ്റീന്റെ പ്രസംഗങ്ങളും ക്ലാസ് എടുക്കലും എല്ലാം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുമായിരുന്നു. ഒരു ദിവസം ആൽബർട്ട് ഐൻസ്റ്റീനോട് പറഞ്ഞു, താങ്കളെ പോലെ തന്നെ പ്രസംഗിക്കാനും താങ്കളെ പോലെ തന്നെ ക്ലാസ് എടുക്കാനും ഇപ്പോൾ എനിക്കും സാധിക്കും. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞു, ശരി എങ്കിൽ നാളെ ഒരു ദൂരദേശത്ത് ഞാനൊരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അവിടെ എന്നെ ആർക്കും അറിയില്ല. അപ്പൊ നീ എന്റെ വേഷത്തിൽ അവിടെ പോകണം. അങ്ങനെ പ്ലാൻ ചെയ്ത് ആൽബർട്ട് ഐൻസ്റ്റീന്റെ വേഷത്തിൽ ഈ ഡ്രൈവർ അവിടെ പോയി വളരെ ഭംഗിയാർന്ന രീതിയിൽ അവിടെ ക്ലാസ് എടുത്തു. പക്ഷെ അവസാനം ഒരു ചോദ്യം വന്നപ്പോൾ അതിന് മറുപടി പറയാൻ പറ്റിയില്ല. അപ്പൊ ഈ ഡ്രൈവർ പറഞ്ഞ്, ഇത് വളരെ നിസ്സാര ചോദ്യമല്ലേ, ഇതിനെന്താ ഡ്രൈവർ പോലും ഉത്തരം പറയും. അങ്ങനെ യഥാർത്ഥ ആൽബർട്ട് ഐൻസ്റ്റീൻ കയറി അതിന്റെ കൃത്യമായുള്ള ഉത്തരം പറയും. അപ്പൊ ആൽബർട്ട് ഐൻസ്റ്റീനോട് ഒരു ഡ്രൈവർ ചേർന്ന് നിന്നപ്പോൾ ആ ഡ്രൈവർ പോലും ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ അറിവുള്ളവനായി മാറി. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നല്ലതിനോട് ചേർന്ന് നിന്നാൽ എങ്ങനെ നല്ലതാകാം എന്നുള്ളതിന്റെ ഒരു മെസ്സേജാണ് ഞാൻ പറഞ്ഞത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് കരുത്തേകുന്നതും സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റുന്നതുമായ ഇത്തരം സേവന പ്രവർത്തനങ്ങൾ തുടർന്നും സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റോട്ടറി ക്ലബ് സെക്രട്ടറി റൊട്ടേറിയൻ അഡ്വക്കേറ്റ് സാബുവും റൊട്ടേറിയൻ സുധാകരനും ആശംസകൾ നേർന്ന് സംസാരിച്ചു. ലോകം മുഴുവൻ ഒരു കാൽപന്ത് കളിയുടെ ലഹരിയിലാണ്. ജീവിതം നല്ല ഒരു കാൽപന്ത് കളിയാണ്. നാം അതിലെ നല്ല കളിക്കാരാണ്. ഈ ഭൂതലം അതിനായി ഒരുക്കിയ പ്രതലമാണ്. നാം അതിൽ നന്നായി നിറഞ്ഞാടണം. ഈ നിറഞ്ഞാടണമെന്ന് വേണം, നമുക്ക് അറിവ് വേണം. അറിവ് എവിടെ നിന്ന് കിട്ടും?
പുസ്തകങ്ങളിലൂടെ കിട്ടും. പുസ്തകങ്ങളിലുള്ളത് നിങ്ങളുടെ മസ്തകത്തിൽ എത്തിക്കണം. അതുപോലെ തന്നെ ഗുരുമുഖത്തു നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ എഴുതിയെടുത്ത് നിങ്ങളത് ഹൃദിസ്ഥമാക്കണം. അങ്ങനെ നിങ്ങൾ പഠിച്ച് അറിവിന്റെ വാതായനങ്ങൾ തുറക്കുന്ന നിറവിന്റെ പതാകകൾ പാറിപ്പറക്കുന്ന കുടിമരങ്ങളായി നമ്മുടെ ഈ ഭൂമിയിൽ പരിരസിക്കണം. ക്ലബിലെ മറ്റ് റൊട്ടേറിയന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ബീറ്റ ജോസഫ് നന്ദി രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ദേശീയ ഗാനത്തോടെ ചടങ്ങിന് സമാപനമായി. വിദ്യാഭ്യാസ മേഖലയോടുള്ള റോട്ടറി ക്ലബിന്റെ പ്രതിബദ്ധത വിളിച്ചോതുന്ന പരിപാടിക്ക് അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും മികച്ച പിന്തുണ ലഭിച്ചു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത, എളങ്ങുന്നപ്പുഴ.